ഈ തെരഞ്ഞെടുപ്പ് വളരെയധികം പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ 15 വർഷം ഒരു ജനപ്രതിനിധിയെ ഈ തിരുവനന്തപുരത്ത് നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്തയച്ചു. ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകനിവിടെ പറഞ്ഞതുപോലുള്ള വിഷയങ്ങളല്ല, മറിച്ച് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വികസനക്ഷേമ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അത്തരം വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തവണ കേരളത്തിലെ ജനങ്ങളും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 15 വർഷം മുമ്പ് ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്തു. എന്ത് വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്? ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം എടുത്തു പറയുവാൻ പറ്റുന്ന ഒരു വികസന പ്രവർത്തനം നടത്തിയെന്ന് പറയാൻ സാധിക്കുമോ? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് എന്താണ്? കരമന കളിയിക്കാവിള ദേശീയപാത എവിടെ എത്തി? കളിയിക്കാവിള കരമന ദേശീയപാത കഴിഞ്ഞ 25 വർഷമായിട്ട് എവിടെ എത്തി നിൽക്കുന്നു? അദ്ദേഹം പറഞ്ഞ കാരോട് ബൈപ്പാസിനെ കുറിച്ചിട്ടാണ്. നരേന്ദ്രമോദി സർക്കാർ ഏതാണ്ട് 1143 കോടി രൂപ ചെലവഴിച്ച് ആ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് വികസന പ്രവർത്തനങ്ങളാണ്. 2014 മുതൽ 2024 വരെയുള്ള 10 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ചർച്ച ചെയ്യപ്പെടും, അതിന് യാതൊരു സംശയവുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു പഞ്ചായത്ത് മെമ്പർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ 2 പേർക്കും അവസരം കൊടുത്തുള്ള ജനങ്ങൾ നടത്തിയിട്ടുണ്ടോ? അത്തരം വികസന പ്രവർത്തനങ്ങൾ എടുത്തു പറയുവാൻ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതി ശരിയായിട്ട് ജനങ്ങൾ അല്ലെങ്കിൽ വോട്ടർമാർ അത് തിരിച്ചറിയും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ വോട്ടർമാർ ചിന്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ 2016 പ്രഖ്യാപിച്ച പദ്ധതിയുണ്ട്, എല്ലാവർക്കും ഭവനം, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി. ആ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഫലപ്രദമായി ഈ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭവനം എന്നുള്ള പദ്ധതി ഫലപ്രദമായി നടപ്പാക്കി. വളരെ ഫലപ്രദമായി മറ്റൊരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നു, എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക. 2024 ഡിസംബർ ആകുമ്പോൾ പൈപ്പിലൂടെ കുടിവെള്ളം എത്താത്ത ഒരു വീട് ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാകാതിരിക്കാൻ പാടില്ല. ഇവിടെ പ്രധാനമന്ത്രിയുടെ ആ ഒരു സങ്കല്പം, അതിനടിസ്ഥാനമായിട്ട് ഏകദേശം 4.5 ലക്ഷം 5 ലക്ഷം കണക്ഷനുകൾ ഇതിനകം തിരുവനന്തപുരത്ത്, ഞാൻ അതിൻ്റെ വ്യക്തമായ കണക്ക് പിന്നീട് ഞാൻ സൂചിപ്പിക്കാം, കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഫലപ്രദമായി ആ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി എത്ര പേർക്കാണ് കേരളത്തിൽ പ്രയോജനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി. ആ പദ്ധതിയിൽ തിരുവനന്തപുരം അടക്കമുള്ള സംസ്ഥാന പാർലമെന്റ് മണ്ഡലങ്ങളിൽ എത്ര പേർക്കാണ് അത് പ്രയോജനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആരോഗ്യരംഗത്ത് ആയുഷ്മാൻ ഭാരത് കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാവർക്കും ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ്. ഉജ്ജൽ യോജന പ്രകാരം ആ പദ്ധതി ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒട്ടനവധി പദ്ധതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും 15 വർഷം മുമ്പ് ജയിപ്പിച്ചു വിട്ട ഒരു ജനപ്രതിനിധി 15 വർഷം ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങളെ പിന്നോട്ടടിച്ച ഒരു ജനപ്രതിനിധിക്ക് ഇനി ഒരു അവസരം കൊടുക്കണോ? അതാണ് ഇവിടുത്തെ വോട്ടർമാർ ചിന്തിക്കുന്നത്. അപ്പോൾ വികസന കാഴ്ചപ്പാടുള്ള ഒരാൾ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടണം. ഏതായാലും 2024 നടക്കുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാർ 3ാമത് ഈ രാജ്യത്തെ അധികാരത്തിൽ വരും. അപ്പോൾ തിരുവനന്തപുരം പാർലമെന്റിൽ നിന്ന് ജയിക്കുന്ന ജനപ്രതിനിധി ഇവിടെ ഒട്ടനവധി വികസന കാഴ്ചപ്പാടുകൾ നടത്തുവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലൂടെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവിടെ വോട്ടർമാർ ചിന്തിക്കുന്നത്. ഇവിടെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ വൻ ഭൂരിപക്ഷത്തോടുകൂടി തിരുവനന്തപുരം പാർലമെന്റിൽ വിജയിച്ചു വരും. ഒരു മാറ്റം ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ധീരമായ ചില തീരുമാനങ്ങൾ പിന്നീട് ചിലപ്പോൾ ചർച്ചയിൽ വരുന്ന വിഷയങ്ങളായിരിക്കും ഈ രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട്. അത്തരം ധീരമായ തീരുമാനങ്ങൾ എടുത്തൊരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. ഈ രാജ്യത്ത് നമുക്കറിയാം, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവിയായാലും ശരി തന്നെ. ഇപ്പോൾ ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇനി ഒരിക്കൽ പോലും ഈ നാട്ടിലെ ഹിന്ദുവിനെയും മുസൽമാനെയും മാറ്റി നിർത്തി ഡിസംബർ 6 ജനാധിപത്യത്തിനേറ്റ കളങ്കമാണ് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. 2 സമുദായവും എത്രയോ നാളുകൾ ഈ നാട്ടിലെ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിച്ച പ്രശ്നം ശാശ്വതമായ പരിഹാരം കണ്ടില്ലേ? അയോധ്യയിലെ രാമജന്മസ്ഥാനത്ത് രാമക്ഷേത്ര നിർമ്മാണം, അത് ധീരമായ തീരുമാനമാണ്. മാത്രമാണോ നോട്ട് നിരോധനം പോലുള്ള തീരുമാനങ്ങൾ ഈ രാജ്യത്ത് വന്നു. വലിയ രീതിയിൽ കോലാഹലം ഉണ്ടായല്ലോ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. എന്താ സംഭവിച്ചത്? എനിക്കും ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും നോട്ട് നിരോധനത്തിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ യാതനകളോ വേദനകളോ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ധീരമായ തീരുമാനം നരേന്ദ്രമോദി സർക്കാർ എടുത്തിട്ടില്ലേ? അത്തരം തീരുമാനങ്ങളിലൂടെ തന്നെ വരും സമയങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഏതായാലും ശരി തന്നെ,
വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയിട്ടായിരിക്കണം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. ഏതായാലും നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുള്ള ഒട്ടനവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ചർച്ചയാകും. അതിലൂടെ NDA ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ വിജയിക്കും എന്നുള്ളത് തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല.